ഇത് ഇന്നലെ രാവിലെ വെച്ച തലക്കറിയാണ്. എപ്പോഴും ഇങ്ങനെയുള്ള മീൻകറി 2 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. പുഴുക്ക് മാത്രം ഒന്ന് തിന്ന് നോക്കാം. ഒരു കറിയും വേണ്ട കേട്ടോ. ഒരു കറി ഇല്ലാതെ ഒരു ചെറിയ കട്ടൻ കാപ്പി ഇവിടെ കിട്ടിയാൽ പെർഫെക്റ്റ്. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ വെജിറ്റേറിയൻകാർക്ക് നല്ല തൈര് ചമ്മന്തിയോ നമ്മുടെ ചാനലുണ്ട്. നല്ല മാങ്ങാച്ചാറോ കൂട്ടിയിട്ടും കഴിക്കാം. കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ നല്ല കാന്താരി ചമ്മന്തി. പലപ്പോഴും പറയാറുള്ള പോലെ തലക്കറിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം കണ്ണ് മാത്രം ചാറിൽ മുക്കി ഒന്ന് കഴിക്കട്ടെ. ഇത് മീൻ്റെയും തല വേറൊരു ലെവല്. അതിന്റെ കണ്ണ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗാനുഭവം. തലയിലെ നല്ല നെയ്യുള്ള ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുവാണേ. ചാറിലൊക്കെ ഇങ്ങനെ മുക്കി കുഴച്ച് അടിപൊളി, മാരകം. അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. വഴി ഇങ്ങോട്ട് തരൂ മക്കളെ. ചാറിന് വരാനുള്ള വഴി കൊടുക്കൂ. പുഴുക്കിലേക്ക് നല്ല തലക്കറിയുടെ ചാറിങ്ങനെ ഇട്ട് കുഴച്ച് നല്ല ചുമന്ന നിറവാക്കി ഇതാ ഇങ്ങനെ എടുത്ത് ഞാൻ ടേസ്റ്റാണോ. കുറേ പേര് ചോദിക്കും ഡയബറ്റിക് ഇല്ലേ അന്നമ്മ എന്നിട്ടാണ് ഈ പുഴുക്ക് തട്ടുന്നതെന്ന്. അപ്പൊ നമ്മളെ പോലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കഴിക്കാൻ പറ്റാത്ത കപ്പ വളരെ കുറച്ചിട്ടിട്ട് കഴിക്കാൻ പറ്റുന്ന വെജ് ധാരാളം ഇട്ട് നല്ല എരിവുള്ള രുചിയുള്ള തലക്കറിയും കൂടെ ദേ ഇങ്ങനെ ഉണ്ടാക്കി ഒന്നും പറയാതെ ചാറ് ഇങ്ങോട്ട് ചാലി വെട്ടി ഇട്ടു കേട്ടോ. എന്നിട്ട് പുഴുക്ക് ദേ ഇങ്ങനെ എടുത്ത് ഒന്ന് കുഴച്ച്, അല്ലെങ്കിൽ തന്നെ അത് വെന്ത് ഉടഞ്ഞ് തലക്കറിയിൽ നിന്നും ഇതാ എല്ലില്ലാത്ത നല്ലൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ച് ഇങ്ങനെ എടുത്ത് കപ്പ വല്ലാത്ത വികാരമാണ് അല്ലേ. അന്നമ്മ ഇങ്ങനെ തട്ടുന്ന കണ്ടിട്ട് ഡയബറ്റിക് ഉള്ളവര് അടിപൊളി തട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇതേ റെസിപ്പി ഉപയോഗിച്ചോ. പക്ഷെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ നല്ല സ്പീഡ് നടക്കും, വൈകുന്നേരം യോഗയും ചെയ്യും. നല്ല ഡയറ്റുകൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയബറ്റിക് ശല്യപ്പെടുത്തൂല, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുകയും ചെയ്യാം. നമ്മൾ മലയാളികൾക്ക് കപ്പ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വികാരമാണ് അല്ലേ. നല്ല ബെസ്റ്റ് കപ്പപ്പുഴുക്കും മീൻകറിയും, അല്ലെങ്കിൽ കപ്പ ബിരിയാണി, ഏഷ്യാടെന്നൊക്കെ പറയും, എല്ലും കപ്പയും. ഇനി പ്യുവർ വെജ് ആണെന്നുള്ളവർക്ക് നല്ല ചെണ്ടക്കപ്പ പുഴുങ്ങിയതും നല്ല പുളിച്ചമ്മന്തി, അല്ലെങ്കിൽ കപ്പ പുഴുക്കും കാന്താരി ചമ്മന്തി. അങ്ങനെ കപ്പയുടെ എത്രയോ വിശേഷങ്ങൾ. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. കപ്പ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും എല്ലാവർക്കും ഈ കപ്പ അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും ഡയബറ്റിക് ഉള്ളവർക്ക് കപ്പ അത്രയും നല്ലതല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയബറ്റിക് ഉണ്ട്, പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കാറും ഇല്ല. കപ്പയുടെ അളവ് വളരെ കുറച്ച്, എന്നാൽ നമുക്ക് തിന്നാൻ പറ്റുന്ന നല്ല 1-ാം തരം കപ്പളങ്ങ, മത്തങ്ങ, ചേമ്പിന്റെ തണ്ട്, കുമ്പളങ്ങ, പിന്നെ ചെറുപയർ, പ്രോട്ടീൻ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു ബെസ്റ്റ് പുഴുക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം കൂടെ കഴുകി തൊലി കളഞ്ഞ് അത്യാവശ്യം വലുപ്പത്തിൽ അരിയാം. ചെറുപയറും കാന്താരി ഒരു 7-8 എണ്ണം മുഴുവനോടെയും ഇതിന്റെ കൂടെ ഇടാം. അതിലേക്ക് അല്പം ഉപ്പും വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ. എന്നിട്ട് അതൊരു മൺചട്ടിയിലോട്ട് മാറ്റാം. ഇനി മറ്റൊരു മൺചട്ടിയിൽ കഴുകി കഷ്ണമാക്കിയ കപ്പ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് ഊറ്റി ഉടച്ചെടുക്കാം. ഇതിനെ നമ്മുടെ വേവിച്ച പച്ചക്കറി കൂട്ടിലേക്ക് ഇടാം. എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. ഒരു അത്യാവശ്യം മുഴുത്ത തേങ്ങയുടെ കൂടെ ധാരാളം ഇളം കറിവേപ്പില, എരിവിന് അത്രയ്ക്കും കാന്താരി, പെരിഞ്ജീരകമാണ് 1 ടീസ്പൂൺ, മുഴുവൻ കുരുമുളക് 1/2 ടീസ്പൂൺ, ഒരു 10 വീതം വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് നമ്മുടെ പച്ചക്കറി കൂട്ടിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് തിള വരുമ്പം ഓഫ് ചെയ്തിട്ട് ഇളം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ധാരാളമായിട്ട് ഒഴിച്ചിട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വെക്കാം കുറേ നേരം. ഞാൻ ഇപ്പം മീൻ വറുത്തതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അതേ എണ്ണ അരിച്ചിങ്ങോട്ടെടുത്ത് അതിലേക്ക് കടുക്, ചെറിയുള്ളി, മുഴുവൻമുളക്, കറിവേപ്പില എല്ലാം മൂപ്പിച്ച് എണ്ണയോട് കൂടി ഈ പുഴുക്കിലേക്കിട്ട് അടച്ചു വെക്കാം. ഇനിയിപ്പോൾ അല്ലാതെ സാധാരണ രീതിയിൽ കടുക് പൊട്ടിച്ചാലും മതി കേട്ടോ. ഏത് അസുഖക്കാർക്കും ഡയറ്റുകാർക്കും കഴിക്കാവുന്ന നമ്മുടെ കൂട്ടുപുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂരത്തല വഴട്ടാതെ പിടിക്കാതെ എളുപ്പത്തിൽ എങ്ങനെ കറി വെക്കാൻ നോക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉലുവ പൊട്ടിച്ച് കറിവേപ്പിലയും മുളകും ഇട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. ഇനി ചെറിയൊരു അരപ്പ് വേണം. അതായത് ചെറിയുള്ളി, കാന്താരി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. ഇത് ചട്ടിയിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിക്കാം. തിള വരുമ്പോൾ നമ്മുടെ പിരിയം മുളക് പൊടി മാത്രം കേട്ടോ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും 4-5 ചുള കുടംപുളിയും അത് ഇട്ട് വെച്ച വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഒരു അല്പം കൂടെ വെള്ളം ഒഴിക്കണം. സാധാരണ എണ്ണ തെളിയും വരെയൊക്കെ നമ്മൾ വഴട്ടൂലേ, ആ കലാപരിപാടി ഒന്നും അവിടെ ഇല്ല കേട്ടോ. വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ മുറിച്ച് നന്നായിട്ട് കഴുകി വെച്ച ചൂരയുടെ തല ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ 20 മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കാം. നോക്ക് എന്നാ രസമല്ലേ കാണാൻ. അയ്യടാ, കാശിക്ക് മാത്രമല്ല കേട്ടോ, ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഈ തലക്കറി അപാര രുചിയും എന്നാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം എങ്ങനെ ട്രൈ ചെയ്യുമല്ലേ? അപ്പോൾ അതേ മറക്കണ്ട, ഇന്നിപ്പോൾ 2 റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ബെസ്റ്റ് പുഴുക്കും തലക്കറിയും രണ്ടും പരീക്ഷിക്കണം. ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ബാക്കിയുണ്ടെങ്കിൽ മടിക്കാതെ ചെയ്യണേ.